ഈ ഷഹബാസ് വധക്കേസിലെ പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം ഇന്നും തുടരുമെന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ 8 മണിയോടുകൂടെ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധ വാർത്തകളിലേക്ക് കൂടെ കടക്കേണ്ടി വരും അല്ലേ? തീർച്ചയായും ജിൽസി, നമ്മളിപ്പോൾ ഈ ഒരു കുറച്ച് ദിവസമായി കാണുന്നത് ഷഹബാസുമായി, താമരശ്ശേരിയിലെ ഷഹബാസുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. നമ്മളേറെ വേദനയിലാഴ്ത്തിയ ഒരു വാർത്തയും കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം SLC പരീക്ഷ തുടങ്ങിയ മുതലും ഈ ഒരു വാർത്തകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. അതായത് ഇന്ന് SLCയുടെ ഇംഗ്ലീഷ് പരീക്ഷ നടക്കുകയാണ്. രാവിലെ 9:30-ക്കാണ് പരീക്ഷ തുടങ്ങുന്നത്. അതിനു മുൻപ് തന്നെ രാവിലെ 8 മണിയോടെ KSUവിൻ്റെ പ്രതിഷേധം ജുവനൈൽ ഹോമിന് മുന്നിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ജുവനൈൽ ഹോമിൽ ഇരുത്തിയാണ് കഴിഞ്ഞ ദിവസം ആ കുട്ടികളെ, ഈ പ്രതിപട്ടികയിലുള്ള കുട്ടികളെ പരീക്ഷ എഴുതിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നും ജുവനൈൽ ഹോമിന് മുന്നിൽ KSUവിൻ്റെ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇതുകൂടാതെ തന്നെ മറ്റ് പ്രതിപക്ഷ വിദ്യാഭ്യാസ സംഘടനകൾ, യുവജന സംഘടനകളുടെ ഒക്കെ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ ഒരു ഷഹബാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു കുട്ടിയെ കൂടി കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ കുട്ടിയെ ഇന്നലെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രതിപട്ടികയിൽ 6 പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 6 പേർക്കും പരീക്ഷ എഴുതാനുള്ള അനുമതിയും ഈ ജുവനൈൽ ജസ്റ്റിസ് നൽകിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് അവർ നടക്കുന്ന 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ, 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പരീക്ഷ അവർ 6 പേരും ഇന്ന് എഴുതും. അപ്പോൾ അത് ഷഹബാസ് എഴുതാത്ത പരീക്ഷ ഈ പ്രതികളും എഴുതണ്ട എന്ന് പറഞ്ഞു തന്നെയാണ് ഇന്നും പ്രതിഷേധമുള്ളത്. ഇന്ന് KSUവിൻ്റെ പ്രതിഷേധമാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് അവയിൽ ഉള്ള തെളിവുകൾ ശേഖരിച്ചാണ് പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വോയിസ് ക്ലിപ്പുകളും ചാറ്റുകളും ലീക്കായിരുന്നു. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ക്രൂരമായ മെസ്സേജുകളാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിലുള്ള ഈ മെസ്സേജുകളും കാര്യങ്ങളും പരിഗണിച്ച് തന്നെയാണ് കൂടുതൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതുകൂടാതെ തന്നെ ഇവരുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ എന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അറിയാൻ സാധിച്ചത്. ഇതുകൂടാതെ തന്നെ പിന്നൊരു വാർത്ത വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്, ലഹരിയും അതിക്രമവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഫ്രറ്റേണിറ്റിയുടെ ഈ SP ഓഫീസ് മാർച്ചുണ്ട്. ഈ ഒരു ഇത്രയും അതിക്രമങ്ങൾ നടന്നിട്ടും, ലഹരിയിലും ഈ കുട്ടികളിലുള്ള അക്രമവാസന വളർന്നിട്ടും ഈ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും അവരൊരു കരുതലും സ്വീകരിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് മലപ്പുറം SP ഓഫീസിലേക്ക് ഫ്രറ്റേണിറ്റിയുടെ മലപ്പുറം യൂണിറ്റിൻ്റെ ഭാഗമായുള്ള മാർച്ച് നടക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടെ ആയിരിക്കും മാർച്ച് നടക്കുക. ഈ 2 വാർത്തകളാണ് പ്രധാനമായും വടക്കൻ മലബാറിൽ നിന്ന് വരാനുള്ളത് ജിൽസി.